So, hey guys, Chandu here and welcome back to Stardew Valley. ഇപ്പം നമ്മുടെ വിൻ്റർ സീസൺ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഫിഷിംഗ് കോമ്പറ്റീഷൻ എന്തോ എനിക്ക് തോന്നുന്നു സ്ക്വിഡിനെ പിടിക്കാൻ പറ്റിയ കോമ്പറ്റീഷൻ എങ്ങാണ്ടാണ്. അതിനായിട്ട് നമ്മളിവിടെ വന്നതാണ്. ഈ വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കച്ചവടമൊന്നുമില്ല. നമുക്ക് സാധാരണ നമ്മൾ ലാഭം പിടിക്കുന്ന കൃഷിയിൽ നിന്നായിരുന്നു. പക്ഷേ വിൻ്റർ സീസണിൽ ചെടികളൊന്നും നടാൻ പറ്റത്തില്ല, നമ്മളെ ഫാർമിംഗ് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് നമുക്കൊരു ലാഭവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുകളിലോട്ട് നോക്കിയാൽ കാണാം നമ്മുടെ പൈസ ഇപ്പോൾ കിടക്കുന്നത് 31 രൂപയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് വല്ല മീൻ പിടിച്ച് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇവിടെ എന്തോ കുറേ എന്നെ പോലെ തന്നെ ആൾക്കാർ മീൻ പിടിക്കാൻ വന്ന് നിൽക്കുന്നു. അത് എന്തോ സ്ക്വിഡ് പിടിക്കുന്ന കോമ്പറ്റീഷന്. അപ്പോൾ നമുക്ക് നോക്കാം സ്ക്വിഡൊക്കെ കിട്ടുന്നു. അപ്പോൾ ഇത്രയും നേരം ഫിഷിംഗ് ആയിരുന്നു. നമുക്ക് കിട്ടിയ മീനുകളൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇൻവെൻട്രി മൊത്തം നിറഞ്ഞിരിക്കുക. പക്ഷേ എന്നിട്ടും നമ്മൾ വന്ന കാര്യം കിട്ടിയില്ല. സ്ക്വിഡ് നമുക്ക് ഇവിടുന്ന് കിട്ടിയതേ ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരവും കൂടെ ശ്രമിക്കാം. രാത്രിയാവുന്നവരെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സ്ക്വിഡിനെ കിട്ടുന്നോ ഇല്ലേ. കിട്ടിയില്ലേ നമുക്ക് പോവാം. അപ്പം നമുക്ക് കുറച്ച് ഇൻവെൻട്രി സ്പേസ് വേണം. പിടിച്ച് മീനെയൊക്കെ വേണം. മീനെ വരെ കളയേണ്ട അവസ്ഥയായി. അത്രയ്ക്ക് ഇൻവെൻട്രി നിറഞ്ഞ്. ഇനി വീട്ടിൽ അത് പോയി വെച്ചിട്ട് വരാമെന്ന് സമയമില്ല. കിട്ടി. ഇനി ഒരു സ്ക്വിഡിനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്തോ എക്സ്ചേഞ്ച് എങ്ങാണ്ടുണ്ട് സ്ക്വിഡ് വെച്ച് ഇന്നത്തെ കോമ്പറ്റീഷനെ ബേസ് ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ഒരു സ്ക്വിഡിനെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇതുവരെ ഒരു സ്ക്വിഡിനെ പോലും കിട്ടിയില്ല. കിട്ടുന്നതൊക്കെ നമുക്ക് സ്ഥിരം കിട്ടുന്ന കുറേ മീനുകളെ തന്നെ. പിന്നെയും കിട്ടി. എടാ ഇതിലെങ്കിലും ഒരു സ്ക്വിഡിനെ താടാ. അതും സാധാ ഒരു മീൻ തന്നെ. അടുത്തത് എന്താ ഈ ബേറ്റ് വെച്ചതിന് ശേഷം പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതല്ല. എന്നാലും നമ്മുടെ ഈ നഷ്ടക്കച്ചവടം തന്നെയല്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ ഫിഷിങ് നമ്മൾ മൊത്തം ദിവസം ചെയ്താലും 1000 2000 കൂടിപ്പോയാൽ നമുക്ക് 2000 രൂപ കിട്ടും. വേവിച്ച് വിൽക്കാനാണ് കൂളൊക്കെ വരുന്ന സമയവും വേണം. അതുകൊണ്ട് ഇതൊരു ലാഭമുള്ള കാര്യമല്ല. നമ്മൾ അടുത്ത വർഷം തുടങ്ങി കൃഷിയിലോട്ട് തിരിച്ചു പോയാലേ നമുക്ക് പഴയത് കണക്ക് 25,000 രൂപ കാശും കൊണ്ടൊക്കെ നടക്കാൻ പറ്റും. അങ്ങനെ കൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കൈസ്. കഴിഞ്ഞ ദിവസം ഫിഷ് ചെയ്ത് നമ്മൾ പാസ് ഔട്ടായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരുന്നു. വലിയ കാശൊന്നും ഇല്ലാണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. 3 രൂപയുടെ നഷ്ടം മാത്രം ഉണ്ടായി. ഐ ഹാഡ് മെയ്ഡ് സം എക്സ്ട്രാ വുഡ് ഐ തോട്ട്. പിന്നെന്ത് 50 വുഡ് തന്ന് നമുക്ക് റോബിൻ. വുഡൊക്കെ പിന്നെ എൻ്റെ കുറേ ഉണ്ട്. അതാണ്ട 843 പ്ലസ് 50 893. നമ്മുടെ 893 വുഡായി. വുഡിൻ്റെ ഒന്നും ഒരു ക്ഷാമവും ഇല്ല. ഇതൊക്കെ വിറ്റാൽ എനിക്ക് നല്ല കാശ് കിട്ടും. പക്ഷെ വുഡൊക്കെ കുറേ പണിയാനൊക്കെ ആവശ്യം വരും. വീടൊക്കെ പണിയാനേ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ അപ്ഗ്രേഡ് ഒരെണ്ണം കൊടുത്തായിരുന്നു റോബിൻ്റെ. ഇതുവരെ അപ്ഗ്രേഡ് ആയില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കൊടുത്ത 10,000 രൂപയും പോയി. അതുകൊണ്ടാണ് ഇത്രയും പാവപ്പെട്ട അവസ്ഥയിൽ നമ്മൾ കിടക്കുന്നത്. നമുക്ക് ആകെ നഷ്ടങ്ങളാണ് മൊത്തം എടുത്തെന്നും. നമുക്ക് ആദ്യം ഈ കോളുണ്ടാക്കാൻ പറ്റും. ഈ കോളുണ്ടാക്കുന്ന മെഷീൻ ഞാൻ വെച്ച് നമ്മൾ തടി ഇട്ട് കൊടുക്കുക, നമുക്ക് കോള് ഉണ്ടായി കിട്ടും. അതെന്തോ എരിഞ്ഞ് കത്തിക്കോളാവും ഇനി. പക്ഷേ ഇതിനെല്ലാം കുറച്ച് നേരം ഒരു വെയിറ്റിംഗ് ഉണ്ട്. ഫർണസിലിട്ടാലും നമ്മുടെ ഫിഷ് സ്മോക്കറിലിട്ടാലും
എല്ലാം അങ്ങനെ. നമ്മൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടാകണം. ഫിഷ് സ്മോക്കർ അതുകൊണ്ടാണ് കണ്ടില്ല 3 അടുപ്പിച്ച് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് അതാവും. അതാണ്ട നമ്മുടെ കോൾ. ഇത് പക്ഷേ അത്ര എഫിഷ്യൻ്റ് അല്ല. നമ്മൾ ഇത്ര സമയമെടുത്ത് ഒരു കോളാണ് കിട്ടുന്ന. 10 വുഡ് വെച്ച് നമുക്കൊരു മീൻ പൊരിക്കാൻ ഇടാം. ഒരു കോളേ ഉള്ളൂ ഇപ്പം കൈ. ബാക്കി മീനുകളെ പൊരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൊണ്ട് വിൽക്കാം. കുറച്ച് ഇൻവെൻട്രി കാലിയാവട്ടെ ബാക്കി കിടക്കുന്ന. ആ ചില സാധനങ്ങൾ പൂക്കണകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അത് എന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വളരെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂടും. നോക്കാം ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു. ഇവിടെ ഒരുതുണ്ടല്ലേ, ഇവിടുത്തെ കടക്കാരനുണ്ട് കേട്ടോ. ഹായ് ഫാർമർ നിരഞ്ജൻ. ഹായ് ബ്രോ. പ്ലീസ് നെവർ ബ്രിങ് ദിസ് ടു മീ അഗെയിൻ. ഒരു നല്ല മനസ്സ് കാണിച്ച് സാധനം തരുമ്പോൾ ഇങ്ങനെയാണടാ വാങ്ങിക്കുന്നത്. പന്ന റാസ്കൽ. അവനെ വിടും, നമുക്ക് വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കാം. ഇതൊക്കെ നല്ലത് പറയുന്നവരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പെണ്ണിന് കൊണ്ടു കൊടുക്കാം. കോഴിക്ക് ഞാൻ 2 ഗിഫ്റ്റ് കൊടുത്ത് ഈ വീക്ക്. അതുകൊണ്ട് വേറെ ആർക്ക് കൊടുക്കും? ഇവിടെ ആരും ഇല്ലേ ഗൈസ്? വീട്ടിലാരും ഇല്ല. നിങ്ങൾ ഗിഫ്റ്റ് തരാനായിട്ട് വന്നേ. ആർക്കും ഗിഫ്റ്റൊന്നും എൻ്റെ ഗിഫ്റ്റ് വേണ്ട. ഇത്രയും നല്ല മനസ്സ് കാണിച്ച് ഗിഫ്റ്റ് തരുന്നവൻ്റെ ഇന്ന് ഒരുത്തന് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളവർക്ക് ഗിഫ്റ്റ് നോക്കുമ്പോൾ കാണത്തില്ല. നമ്മുടെ മേറണ്ണനല്ലേ ഇത്? മേറണ്ണന് മേറണ്ണന് ഇഷ്ടപ്പെട്ട് കേട്ടാ. everyone seems I am on the job 7 days a week. ഓ ശരി മേറണ്ണനെ നമ്മൾ ഇനി അധികം ശല്യം ചെയ്യുന്നില്ല. എവിടെ ഓടുന്നടാ? ഇവിടെ ക്വസ്റ്റ് ബോർഡ്. ഹലോ റോബിൻ. 25 പീസസ് ഓഫ് സ്റ്റോൺ. പിന്നെന്ത് സ്റ്റോണൊക്കെയാണ് നമ്മുടെ കയ്യിലൊക്കെ. സ്റ്റോണിൻ്റെയൊക്കെ ഒരു കവാടമുണ്ട്. സ്റ്റോണൊക്കെ ഇഷ്ടം പോലെ തരാം. ഇപ്പം എത്തിച്ചു തരാം സ്റ്റോണൊക്കെ. ഇവിടെ തന്നെ പറ്റിച്ചതാ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് സ്റ്റോൺ കൊണ്ട് കൊടുക്കാം. 25 സ്റ്റോണൊക്കെയാണ്. നമ്മൾ പൊരിച്ച മീൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. പൊരിച്ച മീനൊക്കെ പൊരിച്ച് റെഡിയായി നമുക്ക് ഷിപ്പ് ചെയ്യാം. നമ്മളിതൊന്നും തിന്നത്തില്ല, നമ്മൾ ആൾക്കാർക്ക് വിൽക്കും. നമുക്ക് വിശപ്പൊന്നുമില്ല, നമുക്ക് പൈസ കൊണ്ട് വയറ് നിറയും. അതുകൊണ്ട് നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് മറ്റേതുപോലെ കോളിട്ടേക്കാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആവുമായിരിക്കും. ഞാനിങ്ങനെ കാണുമ്പോഴൊക്കെ എടുത്തങ്ങ് ഇടും. പിന്നെ എപ്പോഴും ഒരു കോളായി കിടക്കുമല്ലേ. നമ്മളെ ഇരിക്കുന്ന സ്റ്റോണൊക്കെ എടുത്തിട്ടും ബാക്കി ആ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറേ എൻ്റെ 250 സ്റ്റോൺ ഉണ്ടായിരുന്നു. 294 സ്റ്റോൺ ഉണ്ട്. നമുക്ക് വേണ്ടത് എടുക്കാതെ ഇന്ന് 27 അത് മതി. ഇനി നമുക്കില്ല ലെവളുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് വരാം. 4 കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു വിഷമം. നമ്മൾ സ്റ്റോണുമായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി സ്റ്റോൺ എടുത്ത് ഇവർക്ക് കൊടുക്കാം. ഷോപ്പ് ഇത് കൊടുത്താൽ മതിയല്ലേ? അങ്ങനെ അവിടെ കൊടുക്കുന്ന അവളടുത്ത് ഞെക്കിയാൽ മതി. അതാണ്ട് എടുത്ത സ്റ്റോൺ. വയ്യ, നീ പറഞ്ഞിട്ടല്ലേടി സ്റ്റോൺ കൊണ്ടുവന്ന്. അതെന്ത് പരിപാടി? 25. ഓ നമ്മൾ
ചെയ്തിട്ട് ഇന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്ത സ്റ്റോൺ നമ്മുടെ ഇരിക്കുന്ന കൊടുക്കാൻ പറ്റത്തില്ല. അയ്യേടാ, ചമ്മിയല്ലേ നമ്മൾ. അങ്ങനായിരുന്നല്ലേ. എന്നേ എന്ത്, നമുക്കിപ്പോൾ കുഴിച്ചെടുത്ത് റെഡിയാക്കിയിട്ട് വരാം. ഇവിടെ നിന്ന് മേളിൽ പോയി നോക്കാം. അവിടെ എന്തായാലും കല്ല് വല്ലതും കാണും. മൈനിലോട്ട് ഇപ്പലേ പോണ്ട. 25 കല്ല് പോരെ. 1 2 3. നമ്മളിപ്പം മറ്റേ അണ്ടർഗ്രൗണ്ട് കേവിലെ മൈനിലോട്ട് വന്ന് അവിടുത്തെ കല്ലുകൾ തികയാഞ്ഞോണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ഇവിടത്തെ കല്ലുകളെല്ലാം എടുക്കുമ്പോഴത്തേക്ക് 25 സ്റ്റോൺ മതി. ഇപ്പോൾ ഒരു 25 ആയി കാണും. ഇനി അവൾ എടുക്കാതിരിക്കത്തില്ലല്ലേ. ഇനി നമുക്ക് നമ്മുടെ കാര്യം നടത്താം. കിടന്നുറങ്ങിയോന്നറിയാൻ വയ്യ അവളിനി. രാത്രി 7 മണിയായി. വീട്ടിൽ കയറ്റൂടെ ഈ രാത്രി? അതാ പുറത്ത് നിൽപ്പുണ്ട്. ഇതാണ്ടടി നിൻ്റെ പെരാണായത്. അങ്ങനെ നമുക്ക് നമ്മുടെ പണി കരിഞ്ഞ്. പക്ഷെ നമ്മുടെ റിവാർഡ് എന്ത് ചെയ്യേ? അതാണ്ട. നമ്മുടെ ഫ്രണ്ട്ഷിപ്പും കൂടിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യണ്ട? വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. ഇന്ന് അത്യാവശ്യം നല്ല ഏർണിങ് ഉണ്ടായി. കാരണം ആ ഫിഷിങ്ങിൻ്റെയും കുറേ ഏർണിങ് ഇന്ന് രാത്രി കിട്ടും. 200 രൂപ കിട്ടി. വലിയ മെച്ചം ഇല്ലെങ്കിലും നമുക്ക് 200 രൂപ കിട്ടിയല്ലേ. 200 എങ്കിൽ 200. കാരണം നമ്മുടെ കോളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതും എടുത്ത് സ്റ്റോൺ നമുക്ക് തിരിച്ചിടാം. എന്നിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് പഴയ ഉണ്ടായിരുന്ന, മിക്കവാറും ആ സമയമാകുമ്പോഴത്തേക്കൊക്കെ സമ്മറാവും. ഈ മാസം ഇനി ഒരു 28 28 മൈനസ് 13 എത്ര? 28 മൈനസ് 13 15 ദിവസവും കൂടെ ഉള്ളു. അപ്പം 15 ദിവസം എല്ലാം 15 മിനിറ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് പൈസ ഉണ്ടാക്കാം. താങ്ക്സ്.